കഴിഞ്ഞ 2 ദിവസം പിടിപ്പത് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യൽ കുറവായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഡെയിലി റെക്കോർഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. അതാണ് ഞാൻ ഓരോ ദിവസത്തെ ഡയറി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തണം. അത് വിടാം, നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ എൻ്റെ കൂടെ മാനേജറും ഉണ്ട് വർക്കിന്. ഞങ്ങളുടെ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശന്ന പോലെ തന്നെ പുള്ളിക്കാരനും വിശന്നു. ഒടുവിൽ പുള്ളിക്കാരനെ റിസർവിലേക്ക് ഇട്ടിട്ട് ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഇന്നത്തെ ഉച്ചഭക്ഷണമായിട്ട് സെലക്ട് ചെയ്തത് KFC ആണ്. അത് പക്ഷേ കഴിക്കുന്നത് ഏതാണ്ട് 4 മണിക്ക് ശേഷമാണെന്ന് മാത്രം. ഒടുവിൽ ഇന്നത്തെ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോരുമ്പോഴാണ് പെട്രോൾ അടിക്കാനുള്ള ഓർമ്മ വരുന്നത്. ഒടുവിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് കയറ്റിയിട്ട് സ്ഥിരമായി അടിക്കുന്ന പോലെ തന്നെ 15 ലിറ്ററിന്റെ പെട്രോൾ അടിച്ചു. പേഴ്സണലായിട്ട് ചിലർ പറയുന്ന പോലെ ഇവന്റെ വീഡിയോയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ബോറടിക്കാറുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ബൈക്കിൽ പോയി മാല മോഷ്ടിക്കുന്ന വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചെയ്താൽ ലൈക്കും കമന്റും കൂടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈ ലൈക്കും കമന്റും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. പെട്രോൾ അടിച്ചാൽ പിന്നെ കാറ്റും ചെക്ക് ചെയ്യണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ കാറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് പോരുന്നത്. തിരിച്ച് കോഴിക്കോട് എത്തിയതിനു ശേഷം സാറിനെ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കേണ്ട ഇന്നത്തെ ഒരു ദിവസം കൂടി കടന്നുപോയി. നമ്മുടെയൊക്കെ ആയുസ്സിലെ ഒരു ദിവസം കൂടിയാണത്.